നമ്മളൊരു കിച്ചൺ ചെയ്യുന്ന സമയത്തേക്ക് ടോക്കിക്ക് എന്തിനു വെക്കുന്നു എന്നുള്ളത് നമ്മൾ പല പ്രാവശ്യമായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ടോക്കിക്ക് എന്ന് പറയുന്നവർക്ക് അറിയാത്തവർക്ക് വേണ്ടി പറയാം, നമ്മളെ കാല് അകത്തേക്ക് കയറ്റി നിൽക്കുന്ന രീതിയിൽ നിൽക്കാൻ പറ്റുന്ന സെറ്റപ്പ് ഉണ്ടാക്കുക എന്നുള്ളത്. ഇതിൻ്റെ ഈ ഒരു ഗ്യാപ്പ്, ഈ ഒരു സ്പേസ് ഉണ്ടോ, ഈ ഒരു സ്പേസ് കുറച്ച് അകത്തേക്ക് വരുന്ന രീതിയിലാക്കുക. അതായത് ഒരു 3 ഇഞ്ച് അകത്തേക്കാണെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് ഈ ഒരു ഗ്യാപ്പ് വരുന്നില്ല, നമ്മളിങ്ങനെ ചാരി നിൽക്കുന്നത് ഇത് മൊത്തത്തിൽ ശരീരം ഇങ്ങനെ ചരിഞ്ഞിട്ടുണ്ടാവും. ആ ചരിവ് ഒഴിവാക്കിയിട്ട് നമുക്ക് കാല് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഏതായാലും ഈ ഒരു വീട്ടിൽ അങ്ങനെ ചെയ്യുന്ന സമയത്തേക്ക് അത് ചെയ്തിട്ടില്ല. അത് ഒരു 5 വർഷമായി, 2019 അപ്പോൾ ഇവർ വേറെ രീതി കൂടി ഇവിടെ വന്നിട്ടുണ്ട്, ആ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. ആ ഒരു പ്രശ്നമാണ് നിങ്ങളോട് മെയിനായിട്ട് കാണിക്കാൻ വേണ്ടി പോകുന്നത്. പ്രശ്നം എന്ന് മാത്രമല്ല, ടോക്കിക്കിൻ്റെ ഉപയോഗം കൂടി നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഏതായാലും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ മുന്നേ ചെയ്ത അലൂമിനിയത്തിൻ്റെ വീഡിയോയിലൊക്കെ അലൂമിനിയത്തിൽ നമുക്ക് ആ ഒരു ടോക്കിക്ക് ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഒരുപാട് മെറ്റീരിയൽ വരും. നമ്മൾ അലൂമിനിയം എന്ന് പറയുന്ന സമയത്തേക്ക് പരമാവധി എക്സ്പെൻസ് കുറക്കുന്ന രീതിയിൽ ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും ചെയ്തു വരല്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഭാഗം എക്സ്പെൻസ് കൂട്ടാൻ പറ്റില്ല, കാരണം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ അലൂമിനിയത്തിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഈ ഒരു രൂപത്തിലുള്ളത്, കുറച്ച് 1 ഇഞ്ച് കയറ്റുന്ന രീതിയിലുള്ള ടോക്കിക്ക്. പക്ഷേ അതിൽ നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ട്, ഡോർ തുറക്കുന്ന സമയത്തേക്ക് ഈ ഒരു പോർഷൻ കൂടെ വരുന്ന രീതിയിലല്ല ചെയ്തിട്ടുള്ളത്. ഇവിടെ ചെയ്തതിൻ്റെ പ്രശ്നം, മെയിനായിട്ട് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കാരണം, നമ്മളിപ്പോൾ ഈ ഡോർ തുറക്കുമ്പോൾ കാണാം ഇവിടെ ഒരു മേറ്റ് ഇടാൻ പറ്റില്ല. ഈ മേറ്റ് തീരെ ഇവിടെ വെക്കാൻ പറ്റാത്ത രീതിയിലുണ്ടായത്. അപ്പോൾ എല്ലാ ഡോറ് തുറക്കുമ്പോൾ ഫ്ലോറിലേക്ക് വരികയെന്നുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല ഗ്രാനൈറ്റ് ചെയ്ത വീടാണ്. അപ്പോൾ ഈ ഡോറൊക്കെ തുറക്കുന്ന സമയത്തേക്ക് ശരിക്കും ഇങ്ങനെ സ്ക്രാച്ചായി പ്രസ്സായിട്ട് പോകും, അത്യാവശ്യം നല്ല സൗണ്ടൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അതൊന്ന് സോൾവ് ചെയ്യാൻ വെച്ചു. അത്യാവശ്യം റിനോവേഷൻ വർക്ക് ഈ വീട്ടിൽ എടുക്കുന്നുണ്ട്. ഓൾറെഡി നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും, 3-4 വീഡിയോ നമ്മൾ ചെയ്തു വന്നു. അതിൽ പ്ലൈവുഡിൻ്റെ പ്രശ്നങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്ലൈവുഡിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, ഇവിടെയും എഡ്ജ് ബാൻഡുകളോ ഒന്നും കൊടുക്കാത്തത് കൊണ്ട് തന്നെ പൂപ്പൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ കാണാൻ വേണ്ടി പറ്റും. സിങ്കിൻ്റെ അടിയൊക്കെ ഏകദേശം പൊളിച്ച് മാറ്റാനാണ് പുള്ളി എന്നോട് പറഞ്ഞത്, ഇത് എടുത്ത് മാറ്റിയിട്ട് പുതിയ ചെയ്തതെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനത് സജസ്റ്റ് ചെയ്ത് അതായത് പോകുന്നത്ര പോട്ടെ, ഇത് തട്ട് വാർത്തതാണല്ലോ, ഓൾറെഡി തട്ട് വാർത്തയാണ്, നിൽക്കുന്ന അത്ര നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു രീതിയിലേക്ക് മാറ്റിയത്. അത് ഓൾറെഡി ഉണ്ടായ ഇങ്ങനെ വന്നിട്ടുള്ള ഈ മാറ്റ് മാറ്റിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതുപോലെ വന്നിട്ടുള്ള ഈ ഒരു ബോർഡ് തന്നെ, ഈ സെയിം ബോർഡ് തന്നെ നമ്മൾ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ഫിക്സ് ചെയ്യുന്നതോടുകൂടി നമുക്ക് ആ മാറ്റിൻ്റെ പ്രശ്നം ഒഴിവായി. ഇപ്പോൾ അത്യാവശ്യം മാറ്റ് ഇവിടെ വെച്ചാലും ഡോർ തുറക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇത്രയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു 1/2 ഇഞ്ച്, ഒരു 3/4 ഇഞ്ച് ഗ്യാപ്പ് ഡോറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബുദ്ധിമുട്ട് വന്നത്. അപ്പോൾ വർക്കിൽ ലാഭിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തത്. ഇവർ ഈ ഒരു ടീം വർക്ക് ചെയ്തെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ട് മൈക്കോ കാര്യങ്ങളൊന്നുമല്ല, ഇതിൻ്റെ മുകളിൽ പെയിൻ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ കോർ ഗ്യാപ്പ് ഇവിടെ ഒന്നും അടച്ചിട്ടില്ല, അതൊന്നും ഫില്ല് ചെയ്യാത്ത രീതിയിലുള്ള. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ ഇവിടുന്ന് കാണാം, ഈ കട്ടിങ് ഉണ്ടോ, ഇഞ്ചസിൻ്റെ ഈ കട്ടിങ്ങിൻ്റെ ഇത്രയും ഭാഗം ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ അഴിച്ചിട്ട് ഇവിടെ തിരിച്ച് ഫിറ്റാക്കി കൊടുക്കുക. അഡീഷണൽ ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇവിടുന്ന് ജസ്റ്റ് ഈ സ്ക്രൂ അഴിച്ച് അവിടെ ഫിറ്റാക്കിയതേ ഉള്ളൂ. മെറ്റീരിയലിൻ്റെ ചാർജോ ഒന്നും അഡീഷണൽ ആയിട്ട് വന്നില്ല. നമ്മളിവിടെ ഓൾറെഡി ചെയ്യുന്ന ഇൻറ്റീരിയറിൽ ഇതൊക്കെ ഈ വർക്ക് ഇതിൻ്റെ മുകളിൽ തട്ടിൻ്റെ മുകളിലൊക്കെ ഡോറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു WPCയിൽ. ഇതിൽ പെയിൻറ്റ് വരാണ്ട് കേട്ടോ. കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, ഒരു ഫിനിഷിങ് ശരിയില്ലല്ലോ എന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ PU പെയിൻറ്റ് വരാണ്ട്. കഴിഞ്ഞ വീട്ടിലൊക്കെ മുന്നേ ഉള്ള വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ WPC ഒക്കെ നമ്മൾ ഹാൻഡിൽ ഫ്രീ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്, 1 ഇഞ്ച് താഴോട്ടേക്ക് നോക്കി വെക്കുന്ന രീതിയിൽ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ബ്രൂം സ്റ്റാൻഡ് കൂടി ചെയ്തിട്ടുണ്ട്. ബ്രൂം അല്ലെങ്കിൽ നമ്മളെ വൈപ്പർ അല്ലെങ്കിൽ മോപ്പൊക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതിങ്ങനെ പൊക്കി വെക്കും. ഇത് 2 സ്ലൈഡർ കൊടുത്തിട്ട് സ്ലൈഡർ താഴെ മുകളിൽ ഫിറ്റാക്കാണ്ട് വർക്ക് ചെയ്തുകൊണ്ടേ ഉള്ളൂ. ഇത്രയും ഭാഗം ഇങ്ങനെ വലിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്തിടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പും കൂടി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളിപ്പോൾ അഡീഷണൽ ആയിട്ട് വർക്ക് ചെയ്തത്. പിന്നെ ഒരുപാട് വർക്ക് ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കിച്ചണിലുള്ള വർക്ക് നടക്കുന്നുണ്ട്, വാൾ പാനലിൻ്റെ വർക്ക്, അതെല്ലാം ഒരു ചെറിയൊരു ലെയറായിട്ട് ഇടാം. പിന്നെ അതുപോലെ തന്നെ TV യൂണിറ്റിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. പിന്നെ ഈ വീട്ടിൻ്റെ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ ഭാഗത്തും റിനോവേഷൻ എന്ന് പറയാനില്ല, റിനോവേഷൻ എന്ന് പറയണമെങ്കിൽ നമ്മൾ പൊളിച്ച് മൊത്തം കളയണ്ടേ, ഇത് റീവർക്കായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് അതിനൊരു എക്സ്പെൻസീവ് ആയിട്ട് വേറെ പ്രത്യേകിച്ച് കാണാതെ അത് ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും അത് അവർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നേ ഉണ്ടായിട്ടുള്ളായിരുന്നു ഒന്ന്. അപ്പോൾ അന്ന് ചെയ്താണെങ്കിൽ ശരിക്കും കുറച്ചും കൂടി കുറച്ച് തിക്ക് കൂടിയ ബോർഡ് എടുത്ത് ഒന്നും കൂടി ഫിക്സ് ചെയ്ത് ഒരു ഫ്ലോറിലേക്ക് നല്ല ഫിക്സ് ചെയ്യുന്ന രീതി ചെയ്യാൻ പറ്റുമായിരുന്നു. നമ്മളിപ്പോൾ ചെയ്തപ്പോൾ നമുക്ക് അതിന് മാത്രമുള്ള മെറ്റീരിയൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് 2 എൻഡിൽ ഒരു ബോർഡിൻ്റെ പീസ് വെച്ച് കൊടുത്തിട്ട് ഇവിടെ ആയിട്ട് ചെറിയ പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ പീസ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് സ്ക്രൂ ചെയ്തിട്ടാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗം ഒന്നും യൂസ് ചെയ്യുന്നില്ല. ആ താഴത്തെ ഭാഗം അത്യാവശ്യം ചെറിയ വേസ്റ്റ് സാധനങ്ങൾ അങ്ങനെ വെക്കാനേ ഉള്ളൂ. അപ്പോൾ അത് യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടേക്ക് വരുന്ന സമയത്തൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഇവിടെ ഗ്യാസിൻ്റെ സിലിണ്ടർ ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഭാഗം മാറ്റിക്കഴിഞ്ഞാൽ സിലിണ്ടർ ഇവർക്ക് ഇങ്ങനെ പൊക്കിയെടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഇടേണ്ടി വരും. അപ്പോൾ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാകുന്നതുകൊണ്ട് നമ്മൾ ആ ഒരു ഭാഗം മാറ്റേണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ടുള്ളത്. കാരണം തൽക്കാലം സിങ്കിൻ്റെ ഭാഗത്താണല്ലോ കൂടുതൽ മാറ്റ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഒന്ന് വർക്ക് ചെയ്താലും അത്യാവശ്യം ഇതും തുറക്കാൻ പറ്റും. ഇപ്പം ഗ്യാസ് അടക്കണക്കൊക്കെ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കൈ കൊണ്ടുപോയിട്ട് അടക്കാം, കാര്യങ്ങളൊക്കെ നടക്കും. ഇതൊക്കെ തുറക്കാൻ പറ്റുന്ന രീതിയിലേക്കാക്കി
ഈ ഡ്രോവർ ഇവർ വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ താഴെ ഫിക്സ് ആക്കുന്ന രീതിയിൽ തന്നെ ആദ്യമേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്ത് പോയാൽ നന്നായിരുന്നു. താഴത്തത് ഇതിപ്പോൾ പോട്ടെ, നമ്മളിപ്പം ആ ഒരു അടിഭാഗത്തിൻ്റെ ഒരു മാറ്റ് വെക്കുന്ന എല്ലാവരും വെക്കണം എന്നില്ല. ചില ആൾക്കാരൊന്നും അധികം മാറ്റ് ഉപയോഗിക്കില്ല, ചെരുപ്പ് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല. പക്ഷേ നമുക്ക് ടോ കിക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. നമുക്ക് ഈ ഒരു ചെരിവ് ഒഴിവാക്കിയിട്ട് കാലിന് നടുവിന് സ്ട്രെയിൻ കൊടുക്കാതെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ കിച്ചൺ ചെയ്യുന്ന സമയത്തേക്ക് ആ ഒരു ടോ കിക്ക് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. വെറും 3 ഇഞ്ച് അകത്തേക്ക്, ഡോറിൻ്റെ തിക്നെസ് 18 mm കൂടി വരും. അപ്പോൾ ഏകദേശം ഒരു 3.25 ഇഞ്ച് അകത്തേക്ക് വെക്കുന്ന രീതിയിൽ, അതല്ലെങ്കിൽ 7.5 സെൻറ്റിമീറ്റർ മിനിമം വെക്കുന്ന രീതിയിൽ കയറ്റിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കാലിൻ്റെ പകുതിയൊന്നും എന്നാൽ ആകാൻ പോകുന്നില്ല. നമ്മൾ ആ ഒരു അളവ് വെക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗ്രാനൈറ്റ് ഇത്ര പ്രൊജക്ഷൻ വരുന്നുണ്ടല്ലോ, ഈ ഒരു പ്രൊജക്ഷൻ കൂടി വരുമ്പോൾ ഏകദേശം ഒരു 4-4.25 ഇഞ്ചോളം വരും. അപ്പോൾ ഒരാളെ കാലിൻ്റെ പകുതി ഒരു 10 ഇഞ്ച് നീളമുണ്ടെങ്കിൽ നേരെ പകുതി വേണം അകത്ത് കയറി നിൽക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൻ്റെ ഈ ഒരു ഹൈറ്റ് കൊടുക്കേണ്ടത് മിനിമം 4 ഇഞ്ചെങ്കിലും കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. 4 ഇഞ്ചിൽ കുറവാണെങ്കിൽ നമ്മൾ ഈ ഒരു ഭാഗം പോയിട്ട് ഇടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് ഈ ഒരു ഭാഗം പോയിട്ട് ഈ ഒരു കോർണർ പോയിട്ട് അടിക്കും, അവിടെ മുറിവ് വരാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ നോക്കണം, നിങ്ങൾ മുകളിൽ ഈ ഒരു ഭാഗത്താണ് കാലടിക്കുന്നത്. അതേ സമയത്ത് ആ നമ്മൾ ഹൈറ്റ് കുറക്കണമെങ്കിൽ ഇങ്ങനെ കാലടിക്കും. അത് പെട്ടെന്ന് ഓർമ്മയില്ലാണ്ടാണെങ്കിൽ അവിടെ ഇപ്പം തന്നെ കാണാൻ പറ്റും, അവിടെ ഒരു കല വന്നിട്ട് ചിലപ്പോൾ നല്ല ഷാർപ്പായിട്ടുള്ള എഡ്ജൊക്കെ ആണെങ്കിൽ മുറിയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്തെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് അയച്ചു കൊടുക്കാനും മറക്കരുത്. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന പുതിയ വിഷയം വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.